നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പുണർദം, വിശാഖം, പൂരുരുട്ടാതി, ആയില്യം, തൃക്കേട്ട, രേവതി, ഭരണി, പൂരം, പൂരാടം. ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നാളത്തെ ദിവസം വലിയൊരു പോസിറ്റീവ് എനർജി കടന്നു വരാൻ പോകുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർക്ക് മാത്രം ആ പോസിറ്റീവ് എനർജി ലഭിക്കുക എന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള ഉത്തരം കൂടി ഞാൻ പറഞ്ഞുതരാം. നാളെ കൊല്ലവർഷം 1201 മിഥുനമാസം 20-ാം തീയതിയാണ്. അപ്പോൾ നാളെ സൂര്യോദയം മുതൽ രാത്രി മുഴുവനായി ചതയം നക്ഷത്രത്തിൻ്റെ അധീനതയിലായിരിക്കും നമ്മൾ. അപ്പോൾ രാഹുവിൻ്റെ അധീനതയിലുള്ള 100 നക്ഷത്രങ്ങളുടെ ശോഭയുള്ള 100 വൈദ്യന്മാരുടെ ഫലം തരുന്ന അത്ഭുത നക്ഷത്രമാണ് ചതയം നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ചതയം നക്ഷത്രമാണ്. ശനി ഭഗവാന്റെ ദിവസമായ ശനിയാഴ്ചയാണ്. രാഹുവിൻ്റെ ചതയം നക്ഷത്രവും ശനി ഭഗവാന്റെ ശനിയാഴ്ച ദിവസവും കൂടി ഒത്തുചേരുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് നാളത്തെ ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. കൃഷ്ണപക്ഷ പഞ്ചമി തിഥിയാണ് നാളെ. ആയുഷ്മാൻ യോഗമുള്ള ദിവസമാണ്. അതുകൊണ്ട് പുതിയ ചികിത്സകൾ തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ പുതിയ മരുന്നുകൾ എന്തെങ്കിലും കഴിച്ച് തുടങ്ങാനായിട്ടാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊരു വിടുതൽ അല്ലെങ്കിൽ ഒരു മുക്തി ഉണ്ടാകാനൊക്കെ നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായിട്ട് കാണുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 10:30 വരെയാണ് രാഹുകാലം. അപ്പോൾ ഈ ഒരു സമയത്ത് പുതിയ പണമിടപാടുകൾ അല്ലെങ്കിൽ ധനപരമായ ക്രയവിക്രയങ്ങൾ, ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ നടത്തുവാനായി പാടുള്ളതല്ല. അതേപോലെ തന്നെ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ശൃംഖലയെ നമ്മൾ ആകാശത്തെ ഗ്രഹങ്ങളിൽ മാത്രമായിട്ടല്ല പറയാൻ സാധിക്കും. നമ്മുടെ അടുക്കള അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് പരമായിട്ടൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികം പ്രതിഫലിച്ചാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ നാളെ ചതയത്തിൻ്റേതായൊരു ഊർജം കൂടി നമ്മളിലേക്ക് എത്തുന്നു. കാരണം ശനിയാഴ്ച ദിവസമാണ്. ചതയം നക്ഷത്രത്തിൻ്റെ സ്വാധീനവും കൂടി വരുന്നതിനാൽ തന്നെ നമ്മൾ മനുഷ്യരുടെ ചിന്തകളിൽ തന്നെ പെട്ടെന്നൊരു വലിയ മാറ്റമൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുവരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾക്ക് ഇരുന്ന പല വിഷയങ്ങൾക്കും നാളത്തെ ദിവസം ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും. നാളുകളായി മനസ്സിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊരു പോംവഴി അല്ലെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി നമ്മുടെ മനസ്സിൽ തെളിയുന്നതായിരിക്കും. ഇതിപ്പോൾ എങ്ങനെ ചെയ്താൽ ഈ പ്രശ്നങ്ങളെ നമുക്ക് തീർക്കാൻ സാധിക്കുമെന്ന നമുക്ക് തന്നെ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതായ അവസ്ഥ വരെ വന്നു ചേരും. എന്നാൽ ശനിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്പം അലസത അല്ലെങ്കിൽ ഒരു മടി, കുറച്ച് നേരം കൂടി കിടക്കാം എന്ന തോന്നലുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ ബാങ്കുകളിലോ ഒക്കെ പോയാൽ കാര്യങ്ങൾ നടക്കുന്നതും അല്പം താമസമൊക്കെ വരാനുള്ള ഒരു സാധ്യതയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ദേഷ്യം വരാനുള്ള സാധ്യത കൂടുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചോ മറ്റുള്ളവരുമായി ചില തർക്കങ്ങൾ, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരുന്നതായ അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്കൊരു അല്പം ഒരു മുഷിച്ചിലൊക്കെ തോന്നാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ശനിയാഴ്ച ദിവസത്തിൻ്റെ ചെറിയൊരു മന്ദത തോന്നും എന്ന് മാത്രം. എങ്കിലും നഷ്ടങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു ദിവസം തന്നെയായിരിക്കും. നഷ്ടങ്ങൾ വരാതെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനും നാളത്തെ ദിവസം സാധിക്കുമെന്നതും വളരെയധികം ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 9 നക്ഷത്രക്കാരുടെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ആ 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങളെ എടുക്കാം. അതായത് പുണർദം, വിശാഖം, പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്നതായ ഒരു ദിവസമായിരിക്കും. അതായത് കയ്യിൽ ഒതുങ്ങാത്തതായ കടബാധ്യതകളുള്ള വ്യക്തികളാണെങ്കിൽ പോലും അതോർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം അല്പസ്വല്പം ആശ്വാസം ധനപരമായി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ലോട്ടറിയൊക്കെ എടുത്താലും അതിൽ നിന്ന് ചെറിയൊരു സമ്മാനമൊക്കെ ലഭിക്കാനും ഇതുവരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ധനം കയ്യിലേക്ക് ചിലപ്പോൾ ലോണായിട്ടാണെങ്കിൽ പോലും കയ്യിലേക്ക് വന്നു ചേരാനും അതല്ലെങ്കിൽ പണ്ടൊരു കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ധനം കടമായി വാങ്ങിച്ച ആൾ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞിരുന്നതാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായാൽ പോലും നാളത്തെ ദിവസം ധനം നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു യോഗമുണ്ട്. പണസംബന്ധമായിട്ടുള്ള ചില ചർച്ചകളൊക്കെ നടക്കാനുള്ള യോഗം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭൂമി ഇടപാടുകൾ ഉണ്ടാകുന്നെങ്കിൽ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമി വസ്തുക്കൾ തമ്മിലുള്ള ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും ധനപരമായ നമുക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഇനി നമുക്ക് ബുധൻ്റെ നക്ഷത്രങ്ങളായ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രങ്ങൾ എടുക്കാം. അപ്പോൾ നിങ്ങൾക്കും നാളെ ക്ഷേമത്തിൻ്റെതായ ദിവസമായിരിക്കും. കുടുംബത്തിലാണെങ്കിൽ സന്തോഷമുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിലോ അല്ലെങ്കിൽ മക്കളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പിണക്കങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബമാണ് എവിടെയും അങ്ങനെയൊക്കെ ഉണ്ടാകും.
ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മാറി നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സമാധാനമായി ആ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് തീർപ്പാക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ദിവസമാണ്. ഒരു ചെറിയ കുടുംബയാത്ര വരെ നാളത്തെ ദിവസം പ്ലാൻ ചെയ്യാനുള്ള അവസരവും അതിനുള്ള ഭാഗ്യവും അതിനുള്ള സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ദിവസമാണ്. ഇനി നമുക്ക് അടുത്തത് ശുക്രൻ്റെ നക്ഷത്രങ്ങൾ എടുക്കുക. അതായത് ഭരണി, പൂരം, പൂരാട നക്ഷത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും നാളെ വളരെയധികം ഭാഗ്യത്തിൻ്റെതായ ദിവസമാണ്. വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്ന ദിവസമാണ്. പുതിയ വസ്ത്രമോ അതല്ലെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒക്കെ വാങ്ങാനുള്ള അല്ലെങ്കിൽ എത്തിപ്പെടാൻ, ചിലപ്പോൾ സമ്മാനമായിട്ട് കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ധനം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നാളുകളായി മനസ്സിലുള്ള ആഗ്രഹം പൂർത്തീകരിക്കാനായിരിക്കും. ഏതായാലും വിലപിടിപ്പുള്ള വസ്തുവകകൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ശുഭവാർത്ത ശ്രവണ യോഗം കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ ദിവസം അല്പമൊന്ന് ജാഗ്രത പുലർത്തേണ്ട ചില നക്ഷത്രക്കാരെ കൂടി ഒന്ന് പറഞ്ഞു തരാം. ദോഷ സമയമാണെന്നൊന്നും കരുതേണ്ട. നാളത്തെ ദിവസം ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നക്ഷത്രക്കാർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു ജാഗ്രത എടുത്താൽ മാത്രം മതിയാകും. അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർക്ക് അല്പം കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടതായി വരുന്ന ദിവസം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നാളെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ ഇൻ്റർവ്യൂ മാറ്റിവെച്ചു എന്ന്, അല്ലെങ്കിൽ എക്സാം മാറ്റിവെച്ചു എന്ന്, അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ, ചെറിയൊരു മാറ്റമാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഒരുപാട് വേദനയൊക്കെ തരുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസമുണ്ട്. സാധ്യതയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഇങ്ങനെയുള്ള നമ്മുടെ തടസ്സങ്ങളെ പോലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി കാർത്തിക, ഉത്രം, ഉത്രാട നക്ഷത്രക്കാർക്ക് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലമുള്ളവർ അതൊന്ന് നിർത്തേണ്ടതാണ്, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. അതേപോലെ വാക്കേറ്റത്തിനോ അല്ലെങ്കിൽ ഉറക്കെയുള്ള സംസാരങ്ങൾക്കോ വാക്ക് തർക്കത്തിനോ ഒന്നും നാളത്തെ ദിവസം ഇടവരുത്താതിരിക്കുക. അത് കൂട്ടുകാരോടാണെങ്കിൽ പോലും തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ ചെറിയ ഉന്തും തള്ളിലേക്കൊന്നും പോകുന്ന അവസ്ഥയിലേക്ക് വരെ വരാൻ സാധ്യതയുള്ളതിനാൽ നാളത്തെ ദിവസം വാക്കും പ്രവൃത്തിയും ഒന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. അടുത്തത് അനിഴം, ഉത്രട്ടാതി, പൂയം നക്ഷത്രക്കാരും നാളത്തെ ദിവസം പണം ആർക്കും കടം കൊടുക്കാതിരിക്കുക, ജാമ്യം നിൽക്കാതിരിക്കുക. കാരണം എന്തെന്നാൽ നാളത്തെ ദിവസം ചതിക്കപ്പെടാനുള്ള യോഗമുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്കൊരു ചതി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും നമ്മുടേതായ ഡീറ്റെയിൽസുകളൊന്നും പറയാതിരിക്കുക. അതേപോലെ ജാമ്യം നിൽക്കാനോ പണം ആർക്കും നാളത്തെ ദിവസം കടം കൊടുക്കാനോ പോകാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എല്ലാ നക്ഷത്രക്കാരോടുമായിട്ട് ദോഷങ്ങളൊക്കെ മാറി നാളത്തെ ദിവസം പൂർണ്ണമായി ഐശ്വര്യം വന്നു ചേരാനായിട്ട് ലളിതമായ ഒരു വഴി കൂടി പറഞ്ഞു തന്ന് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നാളെ ശനിയാഴ്ച ദിവസമാണെന്നറിയാമല്ലോ, ചതയം നക്ഷത്രം കൂടിയാണ്. അപ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് പൂജാമുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് ദീപമൊക്കെ നിങ്ങളുടെ കൈകൾ കൊണ്ട് തെളിയിക്കുക. അതിനുശേഷം ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്താം. അതല്ലെങ്കിൽ നാഗദൈവങ്ങളെ മനസ്സിൽ ധ്യാനിക്കാം, ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് മഹാദേവനെ ഭജിക്കാവുന്നതാണ്. എങ്ങനെയായാലും 108 ഒരു ഓം നമഃശിവായ വീട്ടിൽ തന്നെ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും. അതോടൊപ്പം നാളെ കാക്കയ്ക്ക് അല്പം ചോറ് അത് രാവിലെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം. രാവിലെ ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പലഹാരത്തിൻ്റെ ഏതെങ്കിലും ഒരു കുറച്ച് കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടമായിട്ട് അല്ലെങ്കിൽ വേസ്റ്റായിട്ടുള്ള കാര്യമല്ല എടുക്കേണ്ടത്, കഴിക്കുന്നതിന് മുൻപേ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശനിദോഷം ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു തീഷ്ണതയൊക്കെ കുറയുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും നാളത്തെ ദിവസത്തെ നിങ്ങൾ വരവേൽക്കാനായിട്ട് ശ്രമിക്കുക. പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.